അയ്യ വണക്കം. സുഡാപ്പികളുടെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ടുള്ള ചില കേസുകളുണ്ട്. അതിലൊരു കേസാണ് അഖില ഹാദിയുടെ കേസ് എന്ന് പറയുന്നത്. ഈ അഖില ഹാദിയുടെ കേസിൽ യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ ഒരു ഹൈക്കോടതി വിധി വന്നപ്പോൾ ഹൈക്കോടതിയിലേക്ക് വലിയ രീതിയിൽ അക്രമാസക്തമായിട്ടുള്ള മാർച്ച് നടത്തുകയും ഹൈക്കോടതിക്ക് നേരെ പ്രതിഷേധിക്കാൻ തുനിഞ്ഞവരുമാണ് ഈ സുഡാപ്പികൾ എന്ന് പറയുന്നത്. അന്ന് കേരള പോലീസ് ഇവർക്ക് പരവതാനി വിരിച്ച് കേരള പോലീസിൻ്റെ വണ്ടിയുടെ മുകളിൽ കയറി സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. കാലാന്തരത്തിൽ ഇവരുടെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുകയും അതിൻ്റെ സ്ലീപ്പർ സെല്ലുകളെല്ലാം ഇപ്പോൾ ഗത്യന്തരമില്ലാതെ മയക്കത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത കമാൻഡ് കിട്ടുന്നത് വരെ യവന്മാർ ഉറക്കത്തിൽ തന്നെയായിരിക്കും. അടുത്ത കമാൻഡ് കിട്ടുമ്പോഴേക്കും കേന്ദ്ര സർക്കാർ യവന്മാരുടെ മൂട്ടിൽ ബ്രഹ്മോസ് ഇടും എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം സുഡാപ്പിയുടെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിരുന്നു ഗാസയിലെ വിഷയം എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഗാസ വിഷയം ഊതിക്കത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള തത്രപ്പാട് സുഡാപ്പികൾ നടത്തി. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി 2014 വരുമ്പോഴാണ് ഗാസ വിഷയം വലിയ രീതിയിൽ ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. 2014 മുമ്പ് ഗാസ എന്ന് കേട്ടാൽ വിറയ്ക്കുമായിരുന്നു ഇവിടെയുള്ള സകല ആൾക്കാരും. അതായത് ഇവിടെയുള്ള ഹിന്ദുവും വിറയ്ക്കും, ക്രിസ്ത്യാനിയും വിറയ്ക്കും, സകല ആൾക്കാരും വിറയ്ക്കും. കാരണം ഗാസയിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പിഞ്ചു കുട്ടികളെ കൊന്നൊടുക്കുന്നു എന്നുള്ളൊരു നെറേറ്റീവ് മാത്രമേ നമുക്കറിയാവൂ. 2014 നരേന്ദ്രമോദി വന്ന ശേഷം നരേന്ദ്രമോദിയെ ഒന്ന് പിടിക്കാനും നരേന്ദ്രമോദി സർക്കാരിനെ ഒന്ന് താഴെ ഇറക്കാനും ആടി ഉലയ്ക്കാനുമായിട്ട് ഇവരെടുത്തിട്ടൊരു കാർഡാണ് ഗാസ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗാസ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയും ആ ഗാസയെ എതിർക്കുന്ന മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെയും ചാരി ഇന്ത്യയെ കുറ്റപ്പെടുത്താനും ഇന്ത്യയിൽ പ്രതിഷേധങ്ങൾ അലയടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരുന്നു. ഉദാഹരണം, ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നല്ല ടൈപ്പാണ്. ഈ ഗാസയിൽ കുട്ടികളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിനെ ഇന്ത്യ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ ഒരു പ്രതിഷേധം നടത്താം. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഗാസയൊക്കെ ഇപ്പോൾ കോമഡി പീസായി മാറിപ്പോയി എന്നുള്ളതാണ്. ഗാസ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സുഡാപ്പികൾ പലരും തിരിച്ചുള്ള ചോദ്യത്തിന് മുമ്പിൽ പതറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ഓക്കെ, നിങ്ങൾ പോസ്റ്റ് ഇടുന്നു, ഗാസയിലെ കുഞ്ഞുങ്ങളെ ഇസ്രായേൽ കൊല്ലുന്നു എന്ന് പറയുന്നു. അതേസമയം നിങ്ങളുടെ മതസ്ഥർ മറ്റ് സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് ഇടുന്നില്ല? ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ പകച്ച് അവസാനം അവർക്ക് അതിനും കൂടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ട ഒരു അവസ്ഥയാണ് സംജാതമായി വന്നിരിക്കുന്നത്. അപ്പോൾ അതും ചീറ്റി പണ്ടാരമടങ്ങിപ്പോയി. അതിനുശേഷം പാലത്തായി പീഡന കേസ്, 2019 പാലത്തായി പീഡന കേസ് എന്ന് പറഞ്ഞൊരു പീഡന കേസ് വന്നു. ആ പാലത്തായി പീഡന കേസ് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുകയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തൊരു പീഡന കേസാണ്. നമ്മുടെ IG ശ്രീജിത്തിൻ്റെ ഒരു വലിയ കോൾ റെക്കോർഡൊക്കെ ആ പാലത്തായി പീഡന കേസിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ പീഡനം നടത്തി എന്ന് പറയുന്ന ആ ഒരു പത്മനാഭൻ മാഷ് എന്ന് പറയുന്ന ആ ഒരു ടീച്ചർ എങ്ങനെയാണ് നിരപരാധിയാകുന്നത് എന്നുള്ള ഒരു പോസ്റ്റാണ്. പക്ഷേ ആ ഒരു കോൾ റെക്കോർഡൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഇപ്പോൾ കോടതി വിധി വന്നപ്പോൾ പത്മരാജൻ മാഷ് ജീവപര്യന്തം അകത്തുപോയി. അതായത് പീഡന കേസിൽ പത്മരാജൻ മാഷ് ജീവപര്യന്തം അകത്തുപോയി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കോടതി വിധിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണമെന്ന് പറയുന്നത്. കോടതി വിധി എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. കാരണം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് പുറപ്പെടുവിച്ച് തന്നെയാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് ആ വിധിയെ മാനിക്കണം. അത് പുറപ്പെടുവിച്ച ജഡ്ജിയെ ഒരിക്കലും കടന്നാക്രമിക്കാനും പാടില്ല. അതാണ് നിയമമെന്ന് പറയുന്നത്. സുഡാപ്പി, നിനക്ക് കേൾക്കാനാണ് പറയുന്നത്. അതായത് ആ ജഡ്ജിയെ ഇവിടെ ആരും കടന്നാക്രമിക്കുന്നില്ല. എന്നാൽ ആ വിധിയിൽ എന്തെങ്കിലും ന്യൂആൻസസ് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിധി പരിശോധിക്കുമ്പോൾ ഈ വിധിയിൽ ഒരുപാട് പിഴവുകൾ ഉണ്ട് എന്നാണ് ഇത് പരിശോധിച്ച വ്യക്തികൾ പല ആൾക്കാരും പറയുന്നത്. എന്നിട്ടും ഇങ്ങനൊരു വിധി എങ്ങനെ പുറത്തു വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അതിനാണ് നമുക്ക് ഈ കോടതി മാത്രമല്ല, ഇതിനു മുകളിൽ വേറെ പല കോടതികളുമുണ്ട്. ജനാധിപത്യപരമായി നമ്മുടെ ജുഡീഷ്യറിയിൽ പോയി നമുക്കത് തെളിയിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പഴുതുകളും നമ്മുടെ നിയമ സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവരെ പത്മനാഭൻ മാഷ് ജയിലിൽ കഴിയണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മോശപ്പെട്ടൊരു വശം എന്ന് പറയുന്നത്. അതായത് പോക്സോ കേസിലൊക്കെ അകപ്പെടുന്ന പല പ്രതികളും ഒരുപാട് നാളുകൾക്ക് ശേഷം കുറ്റവിമുക്തരായി തിരിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാനൊക്കെ സാധിക്കും. ഈ ഇടയ്ക്ക് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്, ഒരു വല്യപ്പൻ്റെ വാർത്ത. ആ വല്യപ്പൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു എന്നാണ് ആ ഗർഭിണിയായ പെൺകുട്ടി മൊഴി കൊടുത്തത്. പക്ഷേ പിന്നീട് ഇയാൾ ജയിലിൽ പോവുകയും ആ പെൺകുട്ടി ആ പീഡനം നടത്തിയത് ഇയാളല്ലെന്ന് തെളിയുകയും ഇയാൾ ഇറങ്ങി വരികയും ചെയ്തു. അതിനുശേഷം ഈ വല്യപ്പൻ്റെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞത്, ഇത്രയും നാൾ സംശുദ്ധമായിട്ടുള്ള ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു അബദ്ധം തോന്നി. അങ്ങനെ അബദ്ധം തോന്നിയതിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഏടുണ്ടായിരുന്നു, അത് ഞാൻ അനുഭവിച്ച് തീർത്തു എന്ന വളരെ പക്വതയായിട്ടുള്ളൊരു മറുപടിയാണ് പുള്ളിക്കാരൻ തന്നത്. നിങ്ങളിൽ പല ആൾക്കാരും ആ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ ആ പുള്ളിയുടെ പേര് ഓർക്കുന്നില്ല. എന്തായാലും ഈ പാലത്തായി പീഡന കേസിൽ
ഈ മാഷ് അകത്തു പോയതിന് ശേഷവും യഥാർത്ഥത്തിൽ സുഡാപ്പികൾ ഇത് വലിയ ചർച്ചാ വിഷയമാക്കി അങ്ങനെ കത്തിച്ച് നിർത്തുകയാണ്. പക്ഷേ ആരും മറ്റൊരു ചാനലുകളും ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ മാഷിന്, അതായത് ഈ പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി അഥവാ ജയിലിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഇയാൾ പുറത്തിറങ്ങുമ്പോൾ ഇയാളെ തട്ടിക്കളയാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് സുഡാപ്പികൾ എന്നുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഭരണഘടനയുടെ ചിത്രമൊക്കെ പോസ്റ്റാക്കിയിട്ട് ഞാനൊരു വലിയ മതേതരവാദിയാണ്, ഭരണഘടനാവാദിയാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള മതമൗലികവാദികൾക്ക് വെള്ളവും വളവും കൊടുത്ത് അവരെ വളർത്തുന്ന അവരിലൊരാളായി ജീവിക്കുന്ന ഒരാളാണ്. ആബിദ് അടിവാരം എന്നാണ് അയാളുടെ പേര്. വ്യക്തിപരമായിട്ട് എനിക്ക് ഇയാളോട് വളരെയധികം കടപ്പാടുള്ളൊരു മനുഷ്യനാണ് ഞാനെന്ന് പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ ഇടയിൽ, അതായത് ഈ ഹിന്ദു ജനവിഭാഗത്തിൻ്റെ ഇടയിലുണ്ടല്ലോ, പല കോൺഫ്ലിക്റ്റുകളും നടക്കും. ജാതീയപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ അമ്മയെ തല്ലിയാലും 4 ഒപ്പീനിയനുള്ള ടീമാണ്. അപ്പോൾ ഇവരുടെ ഈ 4 ഒപ്പീനിയൻ വരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ വേട്ടാവളിൻ്റെ ഒരു പോസ്റ്റ് എടുത്ത് അവന്മാർ ഇടയിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 ഒപ്പീനിയനുള്ളവന്മാരെല്ലാം കൂടെ ചേർന്ന് ഹിന്ദു എന്ന് പറയുന്ന ഒരു വികാരത്തിൻ്റെ പുറത്ത് അണിനിരക്കുമെന്നുള്ളതാണ്. കാരണം ജനാധിപത്യത്തെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പരമ ഹിന്ദു വിരുദ്ധതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരമ ഹിന്ദു വിരുദ്ധത മാത്രമല്ല, അത് തന്നെയാണ് ഇവിടുത്തെ സുഡാപ്പി ചാനലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്, പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ സുഡാപ്പി ചാനലിനെ കേന്ദ്രം നിരോധിക്കാത്തത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, എന്തിനു നിരോധിക്കുന്നത്, ഇതൊക്കെ ഇവിടെ വേണം, അതായത് ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലേ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും യവന്മാരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇതാണെന്ന്. അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ വേണം, ഇതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ജന്മം ചെയ്താൽ സംഘടിക്കാത്ത നമ്മുടെ ആൾക്കാർ സംഘടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പുള്ളി പറഞ്ഞു. ആ പറഞ്ഞതിൽ ചെറിയ കാര്യമില്ലാതില്ല. എന്തായിരുന്നാലും ഈ ആബിദ് അടിവാരം എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ളൊരു പോസ്റ്റാണ്, പക്ഷേ ഷുഗർ കോട്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് ഷുഗർ കോട്ട് ചെയ്ത ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ബലാത്സംഗികൾക്ക് മതമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, ബലാത്സംഗം ഏത് മതക്കാരനും ജാതിക്കാരനും മതവും ജാതിയും ഇല്ലാത്തവനും ചെയ്യും, അതൊരു കുറ്റകൃത്യമാണ് എന്ന് പറയുന്നു. അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി പക്ഷേ അതാണ് ഇവരെല്ലാത്തിനും അവസാനം പക്ഷേ ചേർക്കും. അതായത് ഈ ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് നടത്തിയ ഉമർ നബി ചെയ്തത് തെറ്റാണ്, പക്ഷേ അവിടെ ഒരു പക്ഷേ വരും. എല്ലാ കാര്യത്തിലും ഈ പക്ഷേ ഉണ്ടെന്നുള്ളതാണ്. ഭീകരവാദികളുടെ കാര്യത്തിലും എല്ലാത്തിലും ഈ പക്ഷേയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ബലാത്സംഗം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന ഒരേ ഒരു വിഭാഗമേ ലോകത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഈ വിഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ഇത് സംഘപരിവാറാണോ ഹിന്ദുക്കളാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാറിനെയാണ് എന്നായിരിക്കും ഈ പുള്ളിക്കാരൻ യഥാർത്ഥത്തിൽ പറയാൻ പോകുന്നത്. പക്ഷേ ഈ വിഭാഗം ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും കത്വയിൽ കൊച്ചു പെൺകുട്ടിയെ ക്ഷേത്രത്തിനകത്ത് ബലാത്സംഗം ചെയ്ത പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തെരുവിലിറങ്ങിയപ്പോൾ അവരെ നമ്മൾ കണ്ടതാണെന്ന് പറയുന്നു. ഈ കത്വയിലെ കേസ് പറയുമ്പോൾ ഈ ബലാത്സംഗം ചെയ്ത ഈ കത്വയിലെ പെൺകുട്ടി, ബലാത്സംഗം ചെയ്യപ്പെട്ട് മരണപ്പെട്ട ഈ കത്വയിലെ പെൺകുട്ടി ബലാത്സംഗം ചെയ്ത ശേഷം ഈ പ്രതികൾക്ക് എന്ത് സംഭവിച്ചു? അവിടെയാണ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് 145 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ബലാത്സംഗത്തിന് മതമില്ല എന്ന്. നമ്മുടെ രാജ്യത്തെ മുഴുവനായിട്ടുള്ള ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയാകുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടി മാത്രമല്ല, ആൺകുട്ടിയും ബലാത്സംഗത്തിന് ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ പത്രങ്ങളിൽ എല്ലാ ദിവസവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മദ്രസ പീഡനം എന്ന് പറഞ്ഞ വാർത്ത നമുക്ക് എല്ലാ ദിവസവും കാണാനായിട്ട് സാധിക്കും. ഒരു ദിവസം പോലും ഇതിന് റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മദ്രസയിൽ കുട്ടികൾ പീഡിപ്പിക്കുന്നു, മദ്രസയിൽ ഉസ്താദ് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു 100 വാർത്ത ഡെയിലി കാണുന്നൊരു സംഭവമാണ്. ഈ പെൺകുട്ടിയാണോ, ഇത് ആൺകുട്ടിയാണോ, ഈ കുട്ടിക്കുണ്ടാകുന്ന ട്രോമ എങ്ങനെയാണ്, ഈ കുട്ടി അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ കുട്ടിക്ക് പിന്നീടുള്ള ജീവിതം എങ്ങനെയാണ്, ഇതാരാണ് ഈ ഉസ്താദ്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇയാൾ എവിടെ നിന്നാണ്, ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. കാരണം അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതാണ് കാരണമെന്ന് പറഞ്ഞാൽ ഭയമാണ്. അത് ചെയ്യാൻ അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ഈ കലാപരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ചെയ്യാനും പോകുന്നില്ല. ഇത് സെൻസേഷണലായിട്ടുള്ള ന്യൂസുമല്ല. യഥാർത്ഥത്തിൽ ഈ വിഷയം നോർമലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ഈ സാധനം എന്തായി കഴിഞ്ഞു? നോർമലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും, ദൈവനെപ്പോലുള്ള ഏതെങ്കിലും ഒരാൾ ഇതുപോലെ മദ്രസയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കെതിരെ ഒന്ന് ശബ്ദമുയർത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇപ്പോൾ അത് നോർമലൈസായി, നോ ഇഷ്യൂസ് എന്നുള്ള രീതിയിലാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ മുന്നിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും
ഈ ഒരു ട്രാക്കിലേക്ക് വലിച്ചിടേണ്ടത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. മദ്രസയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് RSSൻ്റെ ശാഖയിലും ഇതുപോലൊരെണ്ണം വീണ് കിട്ടിയാൽ പൊളിക്കുകയില്ല. കൗണ്ടർ ചെയ്യാനായിട്ട് നമുക്കൊരു ഗംഭീരമായിട്ടുള്ള സാധനം കിട്ടി. ഇവിടെ ഒരു 1000 എണ്ണം നടക്കുമ്പോൾ അവിടെ ഒരെണ്ണമെങ്കിലും നടന്നു എന്ന് നമ്മളെക്കൊണ്ട് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജിങ്കാലാലയാണ് എന്നുള്ള രീതിയിലാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശവും എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മദ്രസയിൽ നടക്കുന്ന ഈ പീഡനങ്ങളിൽ പിന്നീട് ഇവർ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ ഒന്നും തന്നെ നമുക്കറിയില്ല. ഇത് വിസ്മൃതിയിലാണ്ട് പോകുന്ന കാഴ്ചയാണ്. എന്നാൽ കത്വയിൽ നടന്ന ആ പീഡനത്തിൽ ആ പെൺകുട്ടി ആ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രതികൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? വളരെ വേഗത്തിൽ, അതായത് എത്ര വേഗത്തിൽ പ്രതികളെ പിടികൂടാമോ പിടികൂടി വിചാരണ നടത്തി കൃത്യമായിട്ടുള്ള ശിക്ഷയാണ് ആ പ്രതികൾക്ക് ലഭിച്ചത്. ആ പ്രതികൾക്ക് അത്രയും ശിക്ഷയാണ് ലഭിച്ചത്. അതായത് സഞ്ജി റാം എന്ന് പറയുന്ന വ്യക്തി, ദീപക് ഖജൂറിയ എന്ന് പറയുന്ന വ്യക്തി, പർവേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി, ഇവർക്ക് 3 പേർക്കും ലൈഫ് ടൈം ഇംപ്രിസൺമെൻ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ ലൈഫ് ടൈം ഇംപ്രിസൺമെൻ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റു 3 പ്രതികൾ, ആനന്ദ് ദുട്ട, തിലക് രാജ്, സുരേന്ദർ വർമ്മ എന്നിങ്ങനെയുള്ള 3 പേർക്ക് തെളിവ് നശിപ്പിക്കൽ കുറ്റത്തിന് 5 വർഷത്തെ തടവ് ശിക്ഷയും ലഭിച്ചിട്ടുണ്ട്. 5 വർഷത്തെ തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ കത്വയുടെ പേരിൽ തെരുവിലിറങ്ങി ഫൈറ്റ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ കത്വയുടെ പേരിൽ തെരുവിലിറങ്ങി ബേക്കറി ലഹള ഉണ്ടാക്കിയത് ആരാണ്? ഇവിടെയുള്ള സകലമാന ബേക്കറികളും കൊള്ളയടിച്ച് ഇവിടെയുള്ള ഹിന്ദുക്കളെ ആക്രമിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹർത്താൽ നടത്തി, അതായത് ഒരു കലാപത്തിനുള്ള സാധ്യതയാണ് ഇവരതിനകത്ത് കാണുന്നത്. ഈ സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി കലാപം നടത്തുക എന്നുള്ളത് ഈ മതഭീകരവാദികളുടെ ഒരു വലിയ ഒരു ടെക്നിക്കാണ്. കാരണം നമ്മുടെ ബാഹുബലി ഫസ്റ്റിൽ, സെക്കൻഡ് ഹാഫിൽ കാലകയ ടീം വരുമ്പോൾ അവരിങ്ങനെ ബാഹുബലി ഇങ്ങനെ അടിച്ചടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവർ സ്ത്രീകളെയും കുട്ടികളെയും എടുത്ത് ഫ്രണ്ടിലോട്ടിടും. പെട്ടെന്നൊന്ന് പകച്ചു പോകും. 2 ഗുണം, അതായത് സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിൽക്കുന്ന ആൾ ആക്രമിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ധൈര്യം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ടേക്ക് ആക്രമിക്കാം, അവർ വെറുതെ നിന്നോളും എന്നുള്ള ഭയം. ആ ഭയം യഥാർത്ഥത്തിൽ തച്ചുടച്ച് കളഞ്ഞത് ഇസ്രായേലിനാണ്. കാരണം ഇസ്രായേലിന് അങ്ങനെയുള്ള യാതൊരുവിധ സെൻറ്റിമെൻസും ഇല്ല. ഹമാസ് സ്ത്രീകളെയും കുട്ടികളെയും നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇസ്രായേൽ മുന്നോട്ടേക്ക് പോയത്. കാരണം സ്ത്രീകളെയും കുട്ടികളെയും മുന്നിലേക്ക് നിർത്തി ഇവരാക്രമിക്കുമ്പോൾ ഇവരെ അങ്ങോട്ടടിച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഹമാസ് ഇങ്ങോട്ടടിച്ചാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? അങ്ങോട്ടടിക്കുക, അതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇത് ഒരു നിവൃത്തിയുമില്ലാത്ത സിറ്റുവേഷനാണ്. അങ്ങനെ നിവൃത്തിയില്ലാത്ത സിറ്റുവേഷനിലാണ് ഇസ്രായേൽ അങ്ങോട്ടേക്ക് അടിക്കുന്നത്. എങ്കിലും അവർ സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെയധികം മുൻഗണന കൊടുക്കാറുണ്ട്. അവർ കൃത്യമായിട്ട് നമ്മൾ മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട് എന്നുള്ള എല്ലാ സിമ്പിൾസും കൊടുക്കാറുണ്ട്, സൈറനും കൊടുക്കാറുണ്ട്, ബലൂണ് പറത്തിവിടാറുണ്ട്, പ്രാവിനെ പറത്തിവിടാറുണ്ട്. എങ്കിലും സ്ത്രീകളെയും കുട്ടികളെയും കയ്യും കാലും കെട്ടി ഇസ്രായേലിൻ്റെ ബോംബ് വീഴുന്ന സ്ഥലത്തേക്ക് കൊണ്ടിടുന്ന ഹമാസുകാരെയാണ് UN അടക്കം തുറന്നു കാട്ടിയിട്ടുള്ളൂ. UNൻ്റെ റിപ്പോർട്ടും സാറ്റലൈറ്റ് ഇമേജും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ തെളിവെന്ത് കാണിച്ചാലും ഇവിടെ ഒരു ഗുണവുമില്ല. കാരണം അമേരിക്കയിലെ ട്വിൻ ടവറിലേക്ക് ആരാണ് ഇടിച്ച് കയറ്റിയത് ഫ്ലൈറ്റ്? അത് അമേരിക്കക്കാർ തന്നെ ഇടിച്ച് കയറ്റി. ശരി, ഇസ്രായേലിലേക്ക് ആരാണ് ആക്രമണം നടത്തിയത്? ഇസ്രായേലുകാർ തന്നെയാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യയിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയ ആരാണ്? ഡൽഹിയിലും അത് BJP ആണ് നടത്തിയത്. സുഡാനിൽ ഇപ്പോൾ ആക്രമണം നടത്തുന്ന ആരാണ്? ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു നെറേറ്റീവാണല്ലോ മുന്നിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. തെളിവും കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് കൊണ്ടുവച്ചാലും ഈ ഗീബൽസൻ സിദ്ധാന്തം എന്ന് പറഞ്ഞ സിദ്ധാന്തമുണ്ട്. എന്ന് പറഞ്ഞാൽ 100 പേര് ചേർന്ന് നിന്ന് ഒരു കള്ളം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് പൊതുവെ ഇൻഫർമേഷൻ്റെ നല്ല കുറവുണ്ട്. ഇൻഫർമേഷൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ ഈ 100 പേര് ആവർത്തിക്കുന്ന കള്ളം അവരും കൂടെ ചേർന്ന് ആവർത്തിക്കാനായിട്ട് തുടങ്ങും. ഉദാഹരണത്തിന് നിങ്ങൾ ചുമ്മാ റോഡിൽ നിന്നിട്ട് ചുമ്മാ മുകളിലോട്ട് നോക്കിക്കൊണ്ട് നിന്നാൽ മതി. രണ്ടാമത് ഒരുത്തം വന്ന് നിങ്ങൾ എന്താണ് നോക്കുന്നതെന്ന് നോക്കും, മൂന്നാമത് ഒരുത്തം വന്ന് നോക്കും, പിന്നെ നിങ്ങളങ്ങ് മാറിയാൽ മതി. അവിടെ വലിയൊരു ജനക്കൂട്ടം രൂപപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യം എന്ന് പറയുന്നത്. എന്തായാലും തെളിവൊന്നും നിരത്തിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഗുജറാത്ത് കലാപത്തിനിടെ ഗർഭിണിയായ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചപ്പോൾ നമ്മൾ അവരെ കണ്ടതാണ്. അവർ കേരളത്തിന് വെളിയിലല്ലേ എന്ന് നമ്മൾ ആശ്വാസം കൊണ്ടിരുന്നു. പക്ഷേ പാലത്തായി പത്മനാഭൻ എന്ന ബലാത്സംഗിക്ക് വേണ്ടിയും അവർ വീറോടെ വാദിക്കുന്നുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. ഭീകരവാദവും തീവ്രവാദവും എല്ലാ മതങ്ങളിലുമുണ്ട്. എന്തായാലും അതിലോട്ട് നമുക്ക് വരാം. അതായത് ഈ ബലാത്സംഗികൾക്ക് വേണ്ടി തെരുവിലിറങ്ങി ബലാത്സംഗികൾക്ക് വേണ്ടി വാദിക്കുന്ന ടീമാണ് ഇവർ എന്നാണ് പറയുന്നത്. ആരാണ് ഈ ഇവർ എന്നുള്ളൊരു ചോദ്യമുണ്ട്.
ഇവരാണ് ബലാത്സംഗികൾക്ക് വേണ്ടി തെരുവിലിറങ്ങി വാദിക്കുന്നത്. ഇവർ ബലാത്സംഗികൾക്ക് വേണ്ടി തെരുവിലിറങ്ങി വാദിക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ പ്രകാരം ഞാൻ പറഞ്ഞ പോലെ അവിടെ കത്വയിൽ നടന്ന ആ വിഷയത്തിൽ പോലും പ്രതികൾ കൃത്യമായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് ഒരു കയോസ് സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ കൺഫ്യൂസ് ചെയ്യിച്ച് അവരുടെ ഇൻഫർമേഷൻ ഇല്ലായ്മയെ ചൂഷണം ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ബലാത്സംഗമൊന്നും നടക്കുന്നില്ലേ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ? ഇന്ന് വന്നൊരു റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാനിലെ അതിർത്തിയിൽ അവിടെയുള്ള ക്രിസ്ത്യൻ യുവതികളെ 12 മുതൽ 18 വയസ്സിനിടയിൽ പ്രായമുള്ള യുവതികളെ കൊണ്ടുപോയി വിൽക്കുകയാണ് $700. ആരാണ് വിൽക്കുന്നത്? ആരാണ് വാങ്ങുന്നത്? ചൈനക്കാരാണ്. കുടുംബമടക്കം വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ എന്താണ് നടക്കുന്നത്? ഐസിസ് എന്ന് പറയുന്ന ഇവരുടെ ഭാഷയിൽ സന്നദ്ധ സംഘടന, നമ്മുടെ ഭാഷയിൽ തീവ്രവാദ സംഘടന, അങ്ങനൊരു സംഘടനയുണ്ട്. അവിടെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന അട്രോസിറ്റീസ് എന്താണ്? അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഇവിടെ കേരളത്തിൽ ഇവന്മാരുണ്ട്. ഇവന്മാർക്കൊരു ചാനലുണ്ട്. അവർക്ക് വേണ്ടി വാദിച്ചോളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ താലിബാൻ വിസ്മയമാണ് എന്നാണ് ഇവന്മാർ പറഞ്ഞത്. ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കളെ കൊല ചെയ്ത് സ്ത്രീകളെ റേപ്പ് ചെയ്ത് വംശഹത്യ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അത് വസന്തമാണ് എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ജനാധിപത്യപരമായിട്ട് നിയമവ്യവസ്ഥയുള്ളൊരു രാജ്യത്ത് ഇരുന്നു കൊണ്ട് പറയുകയാണ് ഈ രാജ്യത്ത് എല്ലാം നശിച്ചുപോയി, ഈ രാജ്യത്തൊന്നും തന്നെ നടപ്പിലാക്കുന്നത്. നിങ്ങളിതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം ജനങ്ങൾ ഇത് കൃത്യമായി കാണുന്നുണ്ട്. അവർക്ക് ബുദ്ധിയും ബോധം ഉണ്ടല്ലോ, യവന്മാരെ പോലുള്ളവന്മാർക്ക് ഇല്ലെങ്കിലും ആ ബുദ്ധിയും ബോധവും വെച്ച് അവർ കൃത്യമായി ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഭീകരവാദവും തീവ്രവാദവും എല്ലാ മതങ്ങളിലും ഉണ്ട് എന്ന് ഇയാൾ പറയുന്നുണ്ട്. അങ്ങനെയില്ല. എല്ലാ മതങ്ങളിലും ഭീകരവാദവും തീവ്രവാദവും ഇല്ല. പിന്നെ ഈ ഭീകരവാദികളെ പ്രതിരോധിക്കാനായിട്ട് ചില രാജ്യങ്ങളിൽ പല ആൾക്കാരും ഇറങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് മ്യാൻമർ. ഈ മ്യാൻമറിലെ ബുദ്ധന്മാരെന്ന് പറഞ്ഞാൽ വായി കോലിട്ട് കുത്തിയാൽ കടിക്കാത്ത ടീമാണ്. അവന്മാരാണ് ചാടി ഇറങ്ങി വെട്ടും കുത്തും തുടങ്ങിയത്. അപ്പോൾ നമുക്ക് മനസ്സിലാകാം എത്രത്തോളം ഇവന്മാരെ ശല്യം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് മതമൗലികവാദികളുടെയും ഭീകരവാദികളുടെയും കാര്യമാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ടായിരുന്നു. ഇന്ത്യയിലും സമാനമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതായത് ചുമ്മാ ഒരു രാജ്യത്തൊരു ജനങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ കാണാം അപ്പുറത്ത് ഇസ്ലാമിക ഭീകരവാദ രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ചുമ്മാ ചൊറിയാൻ വരുന്നു. നമ്മുടെ സമയവും കളഞ്ഞ് നമ്മുടെ പൈസയും കളഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് അടികൂടാനായിട്ട് പോകുന്നു. ഇനി അങ്ങോട്ടേക്ക് അടികൂടാൻ പോയില്ലെങ്കിലും ഇതിനകത്ത് തന്നെ കിടന്ന് ബോംബ് പൊട്ടിക്കാനായിട്ട് കുറേ അവന്മാരുണ്ട്. ഉമർ നബി എന്നൊക്കെ പറഞ്ഞ് കുറേ അവന്മാർ ഇതിനകത്ത് കിടന്ന് കഴിഞ്ഞാൽ ബോംബ് പൊട്ടിക്കാനുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർത്താനായിട്ട് കുറേ എണ്ണുണ്ട്. അങ്ങനെ പല ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ മതത്തിലും ഭീകരവാദികളില്ല. ഭീകരവാദികളുണ്ട്. ഒരു മതത്തിൽ കൃത്യമായിട്ടുള്ള ഭീകരവാദികൾ ഉണ്ട് എന്ന് ഇവിടെയുള്ള പല ആൾക്കാർക്കും അറിയാം, ഒരു പ്രമുഖ മതത്തിൽ. എന്തായിരുന്നാലും ഇനി അടുത്തതായിട്ട് ഗോഡ്സെ മുതൽ അജ്മൽ കസബും പ്രഗ്യാ സിംഗ് മാർട്ടിനും ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഇവരെല്ലാം ഭീകരവാദികളാണെന്നാണ് പറയുന്നത്. അജ്മൽ കസബ് ഭീകരവാദിയാണ്. കാരണം തോക്കും ബോംബും കൊണ്ടുവന്ന് ഒരു ജനതയെ മുഴുവനായിട്ട് തോക്കിൻ്റെ മുന്നിൽ നിർത്തി സകല ആൾക്കാരെയും വെടിവെച്ച് കൊല്ലാനായിട്ട്, അതും ഒരു പ്രത്യേക മതത്തിന് വേണ്ടി, ആ മതത്തെ പ്രീണിപ്പിക്കാൻ, ആ മതത്തിലെ ദൈവത്തിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭീകരവാദം തന്നെയാണ്. പിന്നെ ഗോഡ്സെയുടെ കാര്യം. ഗോഡ്സെ ഒരു ഹിന്ദു തീവ്രവാദിയാണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇവിടെ ഒരു 100 പേരുണ്ട്, അപ്പുറത്ത് ഒരാളെങ്കിലും കിട്ടിയാൽ നമുക്ക് ടാലി ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഹിന്ദു തീവ്രവാദി എന്ന് പറഞ്ഞ് ഗോഡ്സെ ഇറങ്ങി. ഈ ഹിന്ദു തീവ്രവാദിയായിട്ടുള്ള ഗോഡ്സെ വെടിവെച്ച് കൊന്നത് മഹാത്മാഗാന്ധിയാണ്. ഈ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം, അല്ലെങ്കിൽ അതിന് മുമ്പോ ശേഷമോ, ഗോഡ്സെ ഇതുപോലെ തോക്കും ബോംബുമായിട്ടൊരു ഭീകര സംഘടന ഉണ്ടാക്കി. ആ ഭീകര സംഘടന സകല ആൾക്കാരെയും പ്രസാദത്തിൽ വിഷം വെച്ച് കൊല്ലുക, അല്ലെങ്കിൽ സകല ആൾക്കാരെയും വെടിവെച്ച് കൊല്ലുക, ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുക, വീടുകളിൽ കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുക, കൊച്ചു കുട്ടികളെപ്പോലും വിടാതെ ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇതാണ് ഭീകരവാദികളുടെ യഥാർത്ഥത്തിലുള്ള ഫോം എന്ന് പറയുന്നത്. കൈ പോലും വോട്ടിന് വേണ്ടി ഉയർത്താൻ ഭീകരവാദികൾ സമ്മതിക്കില്ല, വെട്ടിക്കളയും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഗോഡ്സെ എന്ന് പറയുന്നത് ഒരു ഭീകരവാദി അല്ലെങ്കിൽ ഒരു തീവ്രവാദിയൊന്നുമല്ല. ഗോഡ്സെ ഒരു വർഗീയവാദിയാണ്. ഗോഡ്സെ ഒരു മതഭ്രാന്തനാണ്. ഈ ഒരു ലേബലിലൊക്കെ നമുക്ക് ഗോഡ്സെ കൊണ്ട് കെട്ടാനായിട്ട് സാധിക്കും. ഗോഡ്സെ ഒരു വർഗീയവാദിയും ഗോഡ്സെ ഒരു മതഭ്രാന്തനൊക്കെ തന്നെയാണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഗോഡ്സെ പറയാം. അല്ലാതെ ഹിന്ദു തീവ്രവാദി എന്ന് നമുക്ക് ഗോഡ്സെ പറയാനായിട്ട് സാധിക്കില്ല. ഹിന്ദു തീവ്രവാദി എന്നൊരു തീവ്രവാദി ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഹിന്ദു തീവ്രവാദി ഈ ബോക്കോ ഹറാം, ISIS പോലുള്ള സംഘടനകൾ ഉണ്ടാകണം. അങ്ങനെയുള്ള സംഘടനകൾ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. ആ സംഘടനകൾ അങ്ങനെ ഉണ്ടായാൽ മാത്രം പോരാ. അവർ ഈ ISIS ഒക്കെ ചെയ്യുന്നത് പോലെ യഥാർത്ഥത്തിൽ രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കി,
രാജ്യത്ത് രണ്ടായിട്ട് പിളർന്ന് വിഘടനവാദം ഉണ്ടാക്കി ആൾക്കാരെയൊക്കെ തലയൊക്കെ വെട്ടി ചോരയൊക്കെ നമ്മൾ റോഡിലൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ച് കളഞ്ഞ് സ്ത്രീകളെയൊക്കെ നടു റോഡിലിട്ട് ബലാത്സംഗമൊക്കെ ചെയ്തു. അങ്ങനെയുള്ളൊരു സെറ്റപ്പിലോട്ട് പറഞ്ഞു. ഇതൊക്കെയാണ് ഭീകരവാദികൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നാദിയ മുറാദിൻ്റെ പുസ്തകമുണ്ട്, അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും എന്താണ് ഭീകരവാദത്തിൻ്റെ റിയൽ ഫോം എന്ന്. ഈ RSS = ICIC = HDFC = SBI എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ RSS രാജ്യം ഭരിക്കുന്ന ഒരു സംഘടനയാണ്, സംഘടന തന്നെയാണ്, സന്നദ്ധ സംഘടനയൊക്കെ തന്നെയാണെങ്കിലും ഈ RSS ഇവിടെ ഭരിച്ചിട്ടും ഇവിടെ നമുക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ എനിക്കിവിടെ നിന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടി ഇതെല്ലാം പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ജുഡീഷ്യറിയെ സമീപിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും എനിക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ആ ചെയ്യാനായിട്ട് സാധിക്കുന്ന RSSനെ പോലെയാണ് ISIS എന്ന് ഒന്നെങ്കിൽ ഇവർക്ക് വരുത്തി തീർക്കണം, അല്ലെങ്കിൽ RSS ISIS പോലൊരു ഭീകര സംഘടനയാണെന്ന് പറഞ്ഞ് അതിനെ അങ്ങോട്ടേക്ക് ഇകഴ്ത്തി കാണിക്കണം. ഇതിൽ രണ്ടാമത്തെ കാര്യം നടക്കില്ല, ഒന്നാമത്തെ കാര്യം നടക്കും. കാരണം ഇവിടെയുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് RSS അത് അത്രയേ ഉള്ളൂ. ISIS അതായത് RSS പോലൊരു സംഘടന ദണ്ഡയെടുത്ത് കറക്കി ഒരു കുട്ടി നികറിവിട്ട് അങ്ങോട്ട് ഹൂ ഹീ എന്ന് പറഞ്ഞ് നടക്കുക, അതാണ് ISIS, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കണം. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിച്ച് ജസ്റ്റ് ദണ്ഡയെടുത്ത് കറക്കി RSS എന്ന് പറഞ്ഞാൽ ISIS എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ പോകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവിടെ ശാഖ പോലെ എന്തെങ്കിലും കാണുമായിരിക്കും. ആ ശാഖയിൽ ചെല്ലണം, എന്നിട്ട് അവിടെ ഇരുന്ന് കബഡി കളിക്കും, കുറേ നേരം സൂക്തം ചൊല്ലും, അതിനുശേഷം എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കും, അതിനുശേഷം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആൾക്കാരെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ സേവാഭാരതിയൊക്കെ ഉണ്ടല്ലോ RSSന്, അതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അതായിരിക്കും ISIS എന്നായിരിക്കും നമ്മുടെ നാട്ടുകാരെ വിചാരിപ്പിക്കാൻ ഇവർ ഇതൊക്കെ പറയുന്നതും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയുള്ളൊരു സെറ്റപ്പ് അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ RSS = ISIS എന്ന് പറയുന്ന ഇവന്മാരും കഴിഞ്ഞ ദിവസം 24 അതായത് 24 ചാനൽ ഒരു ബിഗ് എക്സ്ക്ലൂസീവ് അവരുടെ വാർത്തയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബിഗ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പാരൻസ് ഒരു കുട്ടിയെ ISISൽ ചേരാനായിട്ട് നിർബന്ധിക്കുകയാണ്. ഈ ISISൽ ചേരാനായിട്ട് നിർബന്ധിക്കുന്ന ഈ പാരൻസിനെ ആരും വിമർശിക്കുന്നില്ല. അതായത് ഇവന്മാരാരും ഈ വാർത്ത കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ട് ഷട്ട് ചെയ്തിരിക്കുകയാണ്, മൗത്ത് ഒന്നും മിണ്ടുന്നില്ല, എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നമുക്കിതിലൊന്നും, ഈ സൈലൻസ് ആണ് അവിടെ. പോരാത്തതിന് സൈലൻ്റായിട്ട് ഇരുന്നു. RSS = ISIS എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ISISൽ അവൻ പോയി ചേർന്നോട്ടെ, അതിലെന്താ തെറ്റ് എന്ന് ഓമാർ പറയുന്നില്ല. അത് പറയാനുള്ള ധൈര്യമില്ല. എന്നാൽ RSSൽ പോയി അവൻ ചേർന്നോട്ടെ എന്ന് നമുക്കിവിടെ ഇരുന്ന് പറയാം. എന്നാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ISISൽ അവൻ പോയി ചേർന്നോട്ടെ എന്ന് പറയാനുള്ള ധൈര്യമില്ല. അത് കൃത്യമായിട്ടറിയാം, പറഞ്ഞാൽ പണി കിട്ടും. ISIS എന്താണെന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ISISലേ ആ കുട്ടി പോയി ചേർന്നു, അതിലെന്താ തെറ്റ് എന്ന് ഒരു സുഡാപ്പി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അതാണ് RSSും ISISും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭീകരവാദികൾ എല്ലാ മതത്തിലുമില്ല. ഭീകരവാദി എന്ന് പറയുന്ന ഗോഡ്സെ എന്ന് പറഞ്ഞാൽ ഭീകരവാദി തീവ്രവാദി ഒന്നുമില്ല, ഒരു മതഭ്രാന്തൻ, ഒരു വർഗീയവാദി എന്ന് വേണമെങ്കിൽ നമുക്ക് ഗോഡ്സെ ആ ഒരു ലേബൽ വരെ കൂട്ടിക്കെട്ടാം. അങ്ങോട്ട് കയറൂല. അതുകൊണ്ടാണ് കുറച്ച് നമ്മൾ കിടന്നിങ്ങനെ വലിക്കാമെന്നുള്ളത്, മുകളിലോട്ട് കയറൂല. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നു ഗോഡ്സെ, അത് ചരിത്രപരമായിട്ടുള്ള സത്യമാണ്. ആ ചരിത്രപരമായിട്ടുള്ള സത്യത്തിൻ്റെ പുറത്ത് ഊന്നി ഒരു ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്ന ഒരു മതത്തിനെ മൊത്തത്തിൽ ഒരു മനുഷ്യൻ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ തീവ്രവാദികളുടെ ലൈനിൽ കൊണ്ട് കെട്ടാനായിട്ട് ശ്രമിക്കേണ്ട, നടക്കുന്ന കേസല്ല. കാരണം ഗോഡ്സെ തള്ളിപ്പറയുന്നതിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഇവിടെയുള്ള ഹിന്ദുക്കളാണ്. എന്നാൽ ഉമർ നബിയെ എത്ര പേര് തള്ളിപ്പറഞ്ഞു? ഈ പറയുന്ന ഇവൻ പോലും ഉമർ നബിയെ തള്ളിപ്പറഞ്ഞു കാണില്ല. വൈറ്റ് കോളർ ടെററിസമോ? അങ്ങനൊരു ടെററിസം ഉണ്ടോ? ഉണ്ട്, വൈറ്റ് കോളർ ടെററിസം ഉണ്ട്. അല്ലെ, എല്ലായിടത്തും ഈ ടെററിസം നടത്തുന്നത് ഉമാരൊക്കെ തന്നെയാണ്. ഇവിടെ ഉമാരിൽ നിന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വൈറ്റ് വാഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുമ്മായോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, അങ്ങനെ ഒരു സംഭവമില്ല, ഇത് ചുമ്മയാണ്, ആരും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ കുമ്മായൊടിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല പ്ലീസ്. അതിനുശേഷം പിന്നെ ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ തീവ്രവാദികളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റുന്ന ഒരേ ഒരു വിഭാഗമേ ലോകത്തുള്ളൂ. അതായത് ഈ തീവ്രവാദികൾ ആരെയാണ്? ഇന്ത്യയിലുള്ള ഇപ്പോൾ ഭരിക്കുന്ന തീവ്രവാദികൾ, അത് സംഘപരിവാറാണ്. അവരെ വോട്ട് ചെയ്ത് കയറ്റുന്ന ഒരേ ഒരു വിഭാഗമേ ലോകത്തുള്ളൂ. അതാരാണ് ആ വിഭാഗം? എനിക്ക് മനസ്സിലാവുന്നില്ല. സംഘപരിവാറിനെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളാണെന്ന് വച്ചോ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണെന്ന് വച്ചോ. ഈ വിഭാഗമാണ് ഈ നാട്ടിലുള്ളതെന്ന് പറയുമ്പോൾ ഇവൻ ഉന്നം വയ്ക്കുന്നത് ആരെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. ഉന്നം വയ്ക്കുന്നത് ആരെയാണ് കൃത്യമായിട്ടറിയാം. ഇവിടെയുള്ള ഹൈന്ദവ സമൂഹത്തെയാണ് ഇയാൾ ഉന്നം വയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവനെയൊക്കെ പിടിച്ച് അകത്തിടേണ്ട കേസാണ്, അത് വേറെ കാര്യം. പക്ഷേ അകത്തിടേണ്ട. രാഹുൽ ഗാന്ധി BJPയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ ഇവനൊക്കെയാണ് ഇവിടെയുള്ള ഹിന്ദു ഏകീകരണം നടത്തുന്ന ആൾക്കാരുടെ ഐശ്വര്യം എന്ന് പറയുന്നത്. കൂടുതൽ പേരെ കൊല്ലുന്നതും
കലാപം നടത്തുന്നതും ബോംബ് വയ്ക്കുന്നതും നേതാക്കളും ഭരണകാരികളുമാകാനുള്ള യോഗ്യതയായി പരിഗണിക്കുന്ന ഒരേ ഒരു വിഭാഗമേ ലോകത്തുള്ളൂ. നിർഭാഗ്യവശാൽ ആ വിഭാഗം ഇന്ത്യയിലാണുള്ളത്. ബാക്കിയുള്ള സ്ഥലത്ത്, അതായത് ആ വിഭാഗം ഇന്ത്യയിലാണുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോൾ സിറിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബോംബ് വയ്ക്കുക, കൊല്ലുക എന്നൊക്കെ ഉള്ള അവിടെ വോട്ടിംഗ് ഇല്ല. കാരണം വോട്ടിംഗ് ചെയ്യാനായിട്ട് ജനാധിപത്യം വേണം. ജനാധിപത്യം അനുവദിക്കില്ല. ജനാധിപത്യത്തിനായിട്ട് കൈ ഉയർത്തി കഴിഞ്ഞാൽ കൈ വെട്ടിക്കളയും. സ്ത്രീകളാണെങ്കിൽ പിടിച്ച് റേപ്പ് ചെയ്യും, കൊച്ചുങ്ങളാണെങ്കിൽ പിടിച്ച് കെട്ടിച്ച് വിടും. 12-13 വയസ്സിലേക്കാണ് കെട്ടിച്ച് വിട്ട് ബലാത്സംഗം ചെയ്യും, വീട്ടിൽ കൊണ്ട് കിടത്തി. കാരണം ഇസ്ലാമിക ഭരണമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ വോട്ടെന്ന് പറഞ്ഞൊരു സാധനമില്ല. പിന്നെ അവിടെ കലാപം നടത്തേണ്ടതായിട്ടുള്ള യാതൊരു ഇത് ആവശ്യമില്ല. പാകിസ്ഥാനിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലിയാണ് പള്ളികളിലൊക്കെ ബോംബ് പൊട്ടുന്നത്. പിന്നെ അവരുടെ മെക്കിട്ട് തന്നെ അവന്മാർ ബോംബ് ഇടുന്നുണ്ട്. ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലൊക്കെ അവന്മാർ തന്നെ ബോംബ് എവിടെയുള്ള ഉറങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ തലയിൽ കൊണ്ടിടുന്നുണ്ട്. പിന്നെ നമ്മുടെ സിറിയ നോക്കിക്കഴിഞ്ഞാൽ അസദിൻ്റെ ഭരണകൂടമാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അസദിൻ്റെ ഭരണകൂടം ആഭ്യന്തര കലാപം നടത്തി 30,000-ലധികം കുട്ടികളെയൊക്കെയാണ് കൊന്നുകളഞ്ഞത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആരും ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. കാരണം അവിടെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നടക്കുന്ന സാധനം ഇന്ത്യയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ വോട്ട് ചെയ്ത് ഈ തീവ്രവാദികളെ അവിടെ കയറ്റുന്നു. അവിടെയാണെങ്കിൽ വോട്ട് ചെയ്യണ്ട. വോട്ട് ചെയ്യാൻ തല ഉണ്ടെങ്കിലല്ലേ വോട്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ കൈ ഇങ്ങനെ പൊക്കിയാൽ വെട്ടുമല്ലോ. അത് മാനവീയത. പക്ഷേ ഇവിടെയുള്ള സംഭവം എന്താണ്? അത് തീവ്രവാദം. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. എത്ര കാലം ഈ വണ്ടി ഓട്ടിച്ചുകൊണ്ട് ഇവനൊക്കെ മുന്നോട്ട് പോകും എന്ന് എനിക്ക് ഒരു പിടിയുമില്ല. എന്തായാലും എത്ര കാലം ഈ വണ്ടി മുന്നിലോട്ട് തള്ളി കൊണ്ടുപോകും എന്നുള്ള ചോദ്യത്തിന് യവന്മാർക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരവുണ്ട്. അത് വേറെ കാര്യം. എന്തു തന്നെയായിരുന്നാലും ഈ ആബിദ് അടിവാരം എന്ന് പറയുന്ന ഈ അടിവാരത്തിൻ്റെ ഈ പോസ്റ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ വായിക്കാം. ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള പോസ്റ്റാണ്. രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതിൽ കൃത്യമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ താഴെ എഴുതുന്നതിൽ ഒരു വരി കള്ളമാണെന്ന് തെളിയിച്ചാൽ ഈ പ്രൊഫൈൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുക എന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ഡിസ്ക്ലെയിമർ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. പാലത്തായി കേസിലെ ജഡ്ജ്മെൻറ്റ് വായിച്ച ശേഷം മാത്രം എഴുതാമെന്ന് ഉറപ്പിച്ചിരുന്നു. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ കോടതിയെയും ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും വിശ്വസിക്കുക എന്നതാണ് വേണ്ടത്. പക്ഷേ ആ ജഡ്ജ്മെൻറ്റ് വായിച്ച ആ ജഡ്ജ്മെൻറ്റ് ആ വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. ഈ പോസ്റ്റിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം. പക്ഷേ ഒരു കാര്യം ആദ്യമേ പറയാം, പത്മരാജന് എതിരെ ഒരു തെളിവ് പോലും കൊടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും ഇത് വ്യക്തമാകും. 3 ആരോപണങ്ങളാണ് പത്മരാജനെതിരെ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നത്. ദ ഡേ ബിഫോർ 15/1/2020 അന്ന് സ്കൂൾ ടോയ്ലറ്റിൽ വെച്ച് അദ്ദേഹം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഈ പെൺകുട്ടിയുമായി. 15/1/2020 വീണ്ടും ടോയ്ലറ്റിൽ വെച്ച് ഇതുപോലുള്ള സംഭവമുണ്ടായി. 2/2/2020 LSS ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോയപ്പോൾ വീണ്ടും സ്കൂൾ ടോയ്ലറ്റിൽ വെച്ച് ഇത്തരത്തിലുള്ള സംഭവമുണ്ടായി. ഇനി പ്രോസിക്യൂഷൻ്റെ തെളിവുകൾ: 1 കുട്ടിയുടെ മൊഴി, 2 കുട്ടിയുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരുടെ മൊഴി, 3 സ്കൂൾ ടോയ്ലറ്റിൽ കണ്ടെടുത്ത രക്തം, 4 മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇനി കുട്ടിയുടെ മൊഴി എല്ലാ അർത്ഥത്തിലും കേസിൻ്റെ നിലനിൽപ്പിന് തന്നെ എതിരാണ്. കാരണം കുട്ടി പറഞ്ഞ ആദ്യ 2 ദിവസവും പത്മരാജൻ അവധിയിലായിരുന്നു. 3-ാമത്തെ ദിവസം അവധി ദിനമായിരുന്നു എന്ന് മാത്രമല്ല LSS ക്ലാസ്സുകൾ തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. ജഡ്ജ്മെൻറ്റ് കുട്ടിക്ക് കൃത്യമായി ഡേറ്റ് ഓർത്തെടുക്കാൻ പറ്റില്ല എന്ന വാദം അംഗീകരിക്കപ്പെട്ടു. മാത്രവുമല്ല രജിസ്റ്ററിൽ സ്കൂൾ തിരിമറി നടത്തി എന്ന വാദവും അംഗീകരിച്ചു. അതായത് കുട്ടിയുടെ മൊഴിയിൽ കേസിന് അനുകൂലമായി വരുന്ന ഭാഗം മാത്രം അംഗീകരിക്കുകയും ബാക്കിയൊക്കെ ഒഴിവാക്കുകയും ചെയ്തു. അതായത് ലഭ്യമായ തെളിവുകൾ പ്രകാരം പത്മരാജൻ സംഭവ സമയത്ത് സ്കൂളിലില്ല. മാത്രവുമല്ല അയാളുടെ CDR പ്രകാരം അയാൾ ആ സമയത്ത് ഒരു ഫോൺ കോളിലായിരുന്നു, അതും 4 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത്. സ്കൂൾ ടോയ്ലറ്റിലെ രക്തം ആദ്യം കാണിച്ചിരുന്ന ടോയ്ലറ്റ് വാതിലിന് കൊളുത്തില്ലാത്ത ഒന്നായിരുന്നു. ആ കാരണം കൊണ്ടാണ് കേസ് ആദ്യത്തെ അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞത്. അതിനുശേഷം സംഭവ സ്ഥലം ടീച്ചേഴ്സ് ടോയ്ലറ്റ് ആക്കുകയായിരുന്നു. അന്വേഷണ സംഘം സ്കൂൾ ടോയ്ലറ്റിൽ നടത്തിയ ബെൻസഡൈൻ ടെസ്റ്റിൽ ബ്ലഡ് സ്റ്റെയിൻ കണ്ടെടുക്കുകയും ആ ടൈൽസ് തെളിവായി ശേഖരിക്കുകയും ചെയ്തു. ഇനി 1-ാമത്തെ കാര്യം, ഈ രക്തം DNA ടെസ്റ്റ് നടത്താൻ ആവശ്യമായത്ര ഇല്ല എന്ന കാരണം ഇത് കുട്ടിയുടെ ആണോ അല്ലയോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. DNA ടെസ്റ്റ് നടന്നിട്ടില്ല. 2 പ്രോസിക്യൂഷൻ്റെ തന്നെ വാദപ്രകാരം മുതിർന്ന പെൺകുട്ടികൾ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി 3 പെൺകുട്ടിയുടെ തന്നെ മൊഴി പ്രകാരം ആ കുട്ടിക്ക് അവിടെ ആദ്യത്തെ ആർത്തവം കൊണ്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടെ നിന്നും ബ്ലഡ് കണ്ടെടുത്തു എന്നല്ലാതെ അത് ആരുടേതാണ് എന്ന് തെളിയിക്കാനായി സാധിച്ചിട്ടില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കിയിട്ടുള്ളത്. ആദ്യത്തേത് ഇത്തരത്തിൽ ലൈംഗിക ബന്ധം നടന്നുവെന്ന് കുട്ടി അവകാശപ്പെടുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരം യാതൊരു പീഡനവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുട്ടി ആദ്യ ആർത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് ഡോക്ടറെ കണ്ടത്. ഡോക്ടർ വസുമതിയാണ് ഈ റിപ്പോർട്ട് കൊടുത്തതും. പോലീസ് കേസ് കൊടുത്തതിൻ്റെ അടുത്ത ദിവസം എടുത്ത റിപ്പോർട്ട് പ്രകാരം 3 o'clock പൊസിഷനിൽ കന്യാചർമ്മം പൊട്ടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. പക്ഷേ യാതൊരു ബാഹ്യക്ഷതവും കണ്ടിട്ടില്ല. വിസ്താരത്തിൽ ഈ കന്യാചർമ്മത്തിലെ പൊട്ടൽ മറ്റെന്തെങ്കിലും
ഏതെങ്കിലും തരത്തിലുണ്ടായതായിരിക്കാം, അതായത് സൈക്കിൾ ചവിട്ടിയോ ഫംഗസ് ബാധയോ കാരണമാകാം എന്ന് ഡോക്ടർ അറിയിച്ചു. ഇത് ഡോക്ടർ പൂർണിമ പ്രഭുവാണ് ചെയ്തത്. കോടതി ആദ്യത്തെ മെഡിക്കൽ റിപ്പോർട്ട് അംഗീകരിക്കാതെ രണ്ടാമത്തേത് അംഗീകരിച്ചു. ആ റിപ്പോർട്ട് തന്നെ ലൈംഗിക ആക്രമണം കൺക്ലൂസീവായി കാണിക്കുന്നില്ല എന്നുകൂടി ഓർക്കണം. അതായത് നിലനിൽക്കുന്ന ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല. ഇതൊന്നും പോരാഞ്ഞ് കുട്ടി നടത്തിയ 2 വെളിപ്പെടുത്തലുകൾ കൂടെയുണ്ട്. അതിലൊന്ന്, കുട്ടിയുടെ നഗ്നചിത്രമെടുത്ത് പത്മരാജൻ അവളുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. 2, കുട്ടിയെ ബൈക്കിൽ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ ഒരു സന്യാസിയെ കാണിച്ചു എന്നും അവിടെ വെച്ച് പത്മരാജൻ്റെ സുഹൃത്ത് മനോജ് പീഡിപ്പിച്ചു എന്നും. ഇതിൽ ആദ്യത്തേത് ഫോറൻസിക് പരിശോധനയിൽ കള്ളമാണ് എന്ന് തെളിഞ്ഞു. രണ്ടാമത്തേത് കുട്ടിയുടെ ഭാവനയാണ് എന്ന് കൃത്യമായി തെളിഞ്ഞു. അതായത് സർവ്വ തെളിവുകളും എതിരായിട്ടും കുട്ടിയുടെ ബന്ധുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മരാജനെതിരെ വിധി വന്നിരിക്കുന്നത്. കുട്ടിയുടെ മൊഴി തന്നെ കള്ളമാണ് എന്ന് തെളിഞ്ഞതുമാണ്. 100% വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ഈ കേസ്, ഇതിലെ തെളിവുകൾ സ്വതന്ത്രമായി പരിശോധിച്ചാൽ കേസ് നിലനിൽക്കുന്നില്ല. ഇത് ലോകത്ത് ഒരു കോടതിയിലും നിലനിൽക്കില്ല. പത്മരാജൻ എന്ന മനുഷ്യനൊപ്പം നിൽക്കുക എന്നതും അയാൾക്ക് ആവശ്യമായ മാനസിക പിന്തുണയും സഹായവും കൊടുക്കുക എന്നതുമാണ് ഇപ്പോൾ ഏതൊരു ഇന്ത്യൻ പൗരനും ചെയ്യേണ്ടത്. ഇനി ആ പെൺകുട്ടിയെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ അയാളെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരണം. ഇനി അതില്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിച്ചവരെ, അതായത് ഈ പെൺകുട്ടിയെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ചവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത്ത് രവീന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. അപ്പോൾ ശരി.